കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരിയിൽ കോൺഗ്രസ് സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സാധാരണക്കാർക്ക് ന്യായവിലക്ക് അരിയും ആവശ്യസാധനങ്ങളും നൽകി വന്നിരുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളായ റേഷൻ കടകളിൽ ആവശ്യസാധനങ്ങൾ അത്യാവശ്യത്തിന് പോലും നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ റേഷൻ നയത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പാവപ്പെട്ട കേരളജനതയെ വഞ്ചിക്കുന്നൊരു സർക്കാരെ, പിണറായിയുടെ സർക്കാരെ, നാണമില്ലേ നിങ്ങൾക്ക്, നാണമില്ലേ നിങ്ങൾക്ക്, രാജിവെക്കൂ പോപ്പുറത്ത്, രാജിവെക്കൂ പോപ്പുറത്ത്. അരിയെവിടെ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി നഗരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കച്ചേരിപ്പടിയിൽ മിനി സിവിൽ സ്റ്റേഷനിലെ സിവിൽ സപ്ലൈസ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ KPCC മെമ്പർ പറമ്പൻ റഷീദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഒരു വൃത്തിക്ക് ഉത്പന്നമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഞാനിങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാട്ടാനകളുടെ അതുപോലെ തന്നെ പുലിയുടെയൊക്കെ ആക്രമണമുണ്ട്, വന്യജീവിയുടെ ആക്രമണമുണ്ട്. നിരവധി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറയാണ്, ഒരു 6 അംഗ കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആന ഇറങ്ങി എന്നറിഞ്ഞാൽ 6 അംഗ കമ്മിറ്റി കൂടും. ആ 6 അംഗ കമ്മിറ്റി കൂടി കഴിഞ്ഞ വരെ ആന അവിടെ നിൽക്കണം. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് അവിടെ ആനയുടെ മുമ്പ് കിടക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയെ നിയമിച്ച 6 അംഗ കമ്മിറ്റി കൂടി തീരുമാനം അറിയിച്ച് ആളുകൾ തിരിച്ചു പോകാൻ പറയുന്നവരെ അവന്റെ ജീവന് ആരാണ് സംരക്ഷണം കൊടുക്കുക എന്നുപോലും അറിയാത്ത സാഹചര്യം. മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷനായി. KPCC മെമ്പർ V സുധാകരൻ, DCC ട്രഷറർ വല്ലാഞ്ചിറ ഷൌക്കത്ത് അലി, KSU ജില്ലാ പ്രസിഡന്റ് EK അൻഷീർ, KV ഇസ്ഹാഖ്, അജ്മൽ ആനത്താൻ, അഡ്വക്കേറ്റ് പ്രിയേഷ്, ഹനീഫ മേച്ചേരി, ഷൈജൽ എരിക്കുന്നൻ, PK സത്യപാലൻ, CK ഗോപാലൻ, ബാലകൃഷ്ണൻ പയ്യനാട് തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.